നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇത് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് എന്താ പറയാനുള്ളത് എന്ന് നോക്കാം നമുക്കിന്ന്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ്, അവർക്ക് നിങ്ങളോട് ഒരു ലവ് ലെറ്റർ എന്ന രീതിക്കാണ് ഞാനതിന് പേര് കൊടുക്കാറ്. അവർക്ക് നിങ്ങളോട് മനസ്സ് തുറന്ന് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അത് ഷഫിൾ ചെയ്തിട്ട് വെച്ചതാണ്. ഓക്കെ, ബോണ്ട്. A love bond grows stronger over time. നിങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ട്രോങ്ങർ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കി, പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ, പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടാതെ കൂടുതൽ സ്ട്രോങ് ആവണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. കണക്ഷൻ, യുവർ കണക്ഷൻ ഈസ് ഇറ്റേണൽ ആൻഡ് അൺബ്രേക്കബിൾ. ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അവർക്കറിയാം. അവർ പറയുന്നത്, നിങ്ങളോട് പറയുന്നത്, എനിക്കറിയാം നമ്മൾ തമ്മിലുള്ള ബന്ധം അത്രത്തോളം സ്ട്രോങ് ആണ്. നമ്മൾ തമ്മിൽ ഒരിക്കലും ഈ ഒരു കണക്ഷൻ, നമ്മൾ എത്ര അകന്നാലും എത്ര എന്തൊക്കെ നമ്മളെ ഇടയിൽ സംഭവിച്ചാലും ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം അവസാനിക്കില്ല എന്ന് അവർക്കറിയാം. അതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളും അത് മനസ്സിലാക്കാനാണ് അവർ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് വരരുത്, നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ വരരുത്. ഈ ഒരു കണക്ഷൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ അത്രയും സ്ട്രോങ് ആണ്, അത് നിങ്ങൾ കൂടി മനസ്സിലാക്കണം, അവരെ സംശയിക്കരുത് എന്ന രീതിയിലാണ് പറയുന്നത്. പാസ്റ്റ് ലൈഫ്, നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് ബന്ധമാണ്. അത് അവരും തിരിച്ചറിയുന്നുണ്ട്. അവർക്കറിയാം, എന്നിട്ട് നമ്മൾ തമ്മിൽ ഏതോ ഒരു മുജ്ജന്മ ബന്ധമുണ്ട് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. നമ്മൾ തമ്മിൽ ഏതോ ഒരു ജന്മത്ത് എന്തെങ്കിലും ബന്ധം ഉണ്ടായി കാണും. നമ്മൾ വീണ്ടും ഇപ്പോൾ ഒന്നാവാൻ വേണ്ടി ഈ ഒരു ജന്മത്തിൽ നമ്മൾക്ക് വീണ്ടും ഒന്നായതാണ് എന്ന് അവർക്കറിയാം. അവർ നിങ്ങളോട് അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓപ്പൺനെസ്, ബി ഓപ്പൺ ടു ആക്സെപ്റ്റ് ഡിവൈൻ ഗൈഡൻസ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. അവർ പറയുന്നത്, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളുമുണ്ട്, പക്ഷെ നമ്മളെ കൂടെ ഡിവൈൻ ഉണ്ട്. നമ്മളെ മുന്നോട്ട്, ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ നമ്മളെ ഡിവൈൻ തീർച്ചയായിട്ടും സഹായിക്കും. അതിന് നമ്മൾ ഡിവൈൻ്റെ ഹെൽപ്പ്, അല്ലെങ്കിൽ അവർ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാൻ അവരും ശ്രമിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളോടും പറയുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സിനോട് ഡയറക്റ്റ്ലി യൂണിവേഴ്സ് നിങ്ങളെ വഴി കാണിച്ചു തരും. നിങ്ങളുടെ ബന്ധം സ്ട്രോങ് ആക്കാൻ, നിങ്ങളുടെ ബന്ധത്തിൽ അടുപ്പം വരാൻ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. മൊമെന്റ്, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് വഴക്കായി നമ്മൾ മാറിയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ തമ്മിലുണ്ടായിരുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടി ഓർക്കാം. അത് നമ്മളെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. നമ്മൾ തമ്മിൽ മോശമായ സമയങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾ തമ്മിൽ നല്ല സമയങ്ങളും ഉണ്ടായിരുന്നു. അത് മറക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് അതിനെ എപ്പോഴും മുറുകെ പിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. The universe is guiding you to that special person. Allow things to take its. നിങ്ങൾ ആരുടെ കൂടെയാണോ ഉള്ളത്, ആ ബന്ധം അത് യൂണിവേഴ്സായിട്ട് ചേർത്ത് വെച്ചൊരു ബന്ധമാണ്. നിങ്ങളുടെ പേഴ്സണും അതറിയാം. അവരും അത് മനസ്സിലാക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞു എന്ന് വരില്ല, പക്ഷെ അവർക്കതറിയാം. നിങ്ങളോടും പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്, ട്രസ്റ്റ് വെക്കൂ. നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലൊരു ബന്ധം അത് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ച ഒരു ബന്ധമാണ് എന്നാണ്. Enlightenment, there is no separation. We recognize that we are one with the divine. നിങ്ങളെപ്പോഴും ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ അത്രയും സ്നേഹത്തോടെ നിങ്ങൾ നിൽക്കുമ്പോൾ ശരിക്കും നിങ്ങൾ യൂണിവേഴ്സിനെ കൂടെയാണ് അറിയുന്നത്, യൂണിവേഴ്സിനെ കൂടെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾ ആ ഒരു ഡിവൈൻ പവറിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. വി ആർ വൺ വിത്ത് ദ. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് അല്ല ഒരിക്കലും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വെവ്വേറെ ആണ് എന്ന് ഉള്ള ചിന്ത വിട്ട് കളയുക. നിങ്ങൾ ഓൾറെഡി ഒന്നാണ് എന്നുള്ളൊരു ട്രസ്റ്റ് നിങ്ങൾ വെക്കൂ. ആ തിരിച്ചറിവുകൾ നിങ്ങളുടെ വ്യക്തിക്ക് വരുന്നുണ്ട്. ഇമോഷൻസ്, ലുക്ക് ഡീപ്പ് വിത്തിൻ യുവർ ഇമോഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ, ഈ ബന്ധത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കാം. നിങ്ങളുടെ ഇമോഷൻസിനോട് ചോദിക്കുക. അതൊരിക്കലും നിങ്ങളോട് നുണ പറയില്ല. നിങ്ങൾക്ക് വേദനകളാണോ കൂടുതൽ, അതോ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സന്തോഷങ്ങളും വരുന്നുണ്ടോ? നിങ്ങളത് ആലോചിക്കുക, ഏതാണ് കൂടുതൽ നിൽക്കുന്നത്. നിങ്ങളെ ഒരുപാട് വിഷമിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അവിടെ നല്ലതല്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സന്തോഷങ്ങളും അങ്ങനത്തെ സമയങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട ഒരു ബന്ധം തന്നെയാണ്. ലെറ്റ് ഗോ. സംടൈംസ് ഇറ്റ്സ് ബെസ്റ്റ് ടു ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ദ യൂണിവേഴ്സ് വർക്ക് ഔട്ട് ഇൻ ഡിവൈൻ ടൈമിംഗ്. ഓക്കെ, നിങ്ങളിപ്പോൾ തൽക്കാലം
നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നതും നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇപ്പം നമ്മൾ കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട, എല്ലാം യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കാം. ഓക്കെ, എന്താണോ നടക്കാനുള്ളത് അതെല്ലാം യൂണിവേഴ്സ് അതിൻ്റെതായ ഡിവൈൻ ടൈമിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് പറയുന്നത്. വാ, മാരേജ് ഓഫ് സോൾസ് ഇസ് എ യൂണിയൻ ഓഫ് ടു ഡിവൈൻ കൗണ്ടർപാർട്സ് ബ്ലെൻഡിങ് ടുഗെദർ. ഓ മൈ ഗോഡ്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു യൂണിയനാണ്. ഓക്കെ, ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് സാധിക്കുന്നവർക്ക് മാരേജ് കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ ഒന്നാണ്. ഓക്കെ, നമ്മൾ ഒന്നിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നിച്ച് കൂടെ ഇല്ലെങ്കിലും എങ്ങനെയൊക്കെ ആയാലും മനസ്സുകൊണ്ട് ഒന്നായാൽ അതാണ് ഏറ്റവും പവിത്രമായൊരു ബന്ധം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു യൂണിയൻ നിങ്ങൾ തമ്മിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. ഓക്കെ, അത് സോൾവ് ആക്കാൻ അവരും ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കറിയാം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എത്ര ഡീപ്പാണെന്ന് അവർക്കറിയാം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.